വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് പൾസ്. നമ്മുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ICICI ലൊംബാർഡ് എന്ന് പറയുന്ന, അതായത് ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് വിശേഷിക്കപ്പെടുന്ന ICICI ലൊംബാർഡ് കമ്പനി അവതരിപ്പിക്കുന്ന എലവേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവർ ജൂലൈ മാസം ഒന്ന് ലോഞ്ച് ചെയ്യുകയുണ്ടായി. ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഈ മാസം നമുക്ക് ഉള്ള അടിപൊളി ഒരു പോളിസിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് എലവേറ്റ് എന്നാണ് പോളിസിയുടെ പേര്. അപ്പോൾ ഇത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോളിസി എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതൊരു ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 2024 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പോളിസി എന്ന് എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ ബേസ് കവറേജസ് ഉണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് പല അഡീഷണൽ ആഡ് ഓൺസ് ഓപ്ഷണലായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് പുറമെ അതിൻ്റെ വെയിറ്റിംഗ് പീരീഡും അതേപോലെ തന്നെ ഡിസ്കൗണ്ട് ഓപ്ഷൻസ് എല്ലാം മനസ്സിലാക്കുന്നതിന് വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇന്നത്തെ കാലത്ത് എല്ലാ മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വരുന്നുണ്ട്. ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയും AI സാങ്കേതികവിദ്യയുടെ സഹായത്താൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പോളിസിയാണ് ഈ എലവേറ്റ് എന്നുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ഈ എലവേറ്റ് എന്ന ഈ ഒരു പോളിസിയെ റവല്യൂഷണറി പോളിസി എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നോക്കാം. അതിന് ഒരു 5 കാരണങ്ങളാണുള്ളത്. ആ 5 കാരണങ്ങളാണ് ഈ ഒരു പോളിസിയുടെ 5 മെയിൻ കീ ഹൈലൈറ്റ്സ് ഓർ 5 ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പോളിസി ചൂസ് ചെയ്യുന്നതിനുള്ള 5 രഹസ്യങ്ങൾ ഞാനിപ്പോൾ പറയുകയാണ്. അതിൻ്റെ ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് സം അഷ്യൂർഡ്. ഈ പോളിസിയിലെല്ലാം ഇൻഫിനിറ്റ്, അതായത് അനന്തമായ ഒരു ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അതിനൊരു ലിമിറ്റില്ല, പരിധിയില്ല എന്നുള്ളതാണ് ഈ ഒരു പോളിസിയുടെ പ്രത്യേകത. അപ്പോൾ ആദ്യത്തെ ഇൻഫിനിറ്റ് സം അഷ്യൂർഡ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സം അഷ്യൂർഡിന് നമുക്കൊരു ലിമിറ്റില്ല. 5 ലക്ഷം മുതൽ നമുക്ക് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 5, 7, 10, 15 ലക്ഷം, 20 ലക്ഷം, 1 കോടി, 3 കോടി, അതിനപ്പുറത്തും നമുക്ക് സം അഷ്യൂർഡ് ഓപ്ഷൻസ് നമുക്കിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റ് സം അഷ്യൂർഡാണ് ഈ പോളിസി നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ആദ്യത്തെ റീസൺ. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ക്ലെയിം എമൗണ്ട് എന്ന് പറയാം. ഇൻഫിനിറ്റ് ക്ലെയിം എമൗണ്ട് എന്താണെന്ന് നോക്കാം. പലപ്പോഴും നമുക്കൊരു പോളിസി എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 ലക്ഷത്തിൻ്റെ കവറേജ് അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ കവറേജ് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലേ. സപ്പോസ് നമുക്കൊരു 1 crore ക്ലെയിമോ വന്നു കഴിഞ്ഞാലോ നമുക്കത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? പലർക്കും ഈ ഒരു ടോപ്പ് അപ്പ് പോളിസികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് പറ്റും. പക്ഷേ പർച്ചേസ് ചെയ്യുന്ന ഒരൊറ്റ പോളിസി ആണെങ്കിലും അതിൽ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് ക്ലെയിം എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോളിസിയിലെ ഫീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ബേസ് കവറേജിന് പുറമെ ഒരു ആഡ് ഓൺ ആയിട്ട് ഇൻഫിനിറ്റ് കെയർ എന്നൊരു ആഡ് ഓൺ അവൈലബിൾ ആണ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് നമുക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ കവറേജാണ് എനിക്കുള്ളത്, പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു 1 കോടി രൂപയുടെ ക്ലെയിം വന്നാലും കമ്പനി അത് സെറ്റിൽ ചെയ്ത് തരും. ഇത് എല്ലാ വർഷവും നമുക്ക് സെറ്റിൽ ചെയ്ത് കിട്ടത്തില്ല. നമുക്ക് ആ പോളിസി പീരീഡിൽ, അതായത് ലൈഫ് ലോങ് ഓഫ് ദി പോളിസി, ഓക്കെ, നമുക്ക് പോളിസി ചിലപ്പോൾ നമുക്ക് 10 വർഷം 20 വർഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാം ചാൻസ് ഉണ്ട്. പക്ഷേ അതിൽ എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ തവണയാണ് ഈ ഒരു സൗകര്യം നമുക്ക് കൊടുക്കുന്നത്. ഒരൊറ്റ തവണ വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വരം നമുക്ക് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫ് ലോങ് ഓഫ് ദി പോളിസിയിൽ ഒരൊറ്റ തവണ നമുക്ക് വലിയൊരു ക്ലെയിം എമൗണ്ട് വന്നാലും ഈ ഇൻഫിനിറ്റ് ക്ലെയിം അഥവാ ഇൻഫിനിറ്റ് കെയർ എന്നൊരു ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ സം അഷ്യൂർഡ് ആണെങ്കിൽ അത് കമ്പനി ഒരൊറ്റ തവണ സെറ്റിൽ ചെയ്ത് തരും. പിന്നീട് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഫീച്ചർ കിട്ടത്തില്ല. ഒരൊറ്റ തവണ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അടുത്തൊരു ഫീച്ചറാണ് ഇൻഫിനിറ്റ് ക്യൂമുലേറ്റീവ് ബോണസ്. എപ്പോഴും നമ്മളൊരു പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക അത് എത്ര ബോണസ് തരുന്നുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പോളിസിയിൽ നമുക്ക് ക്ലെയിം വന്നാലും ശരി, ക്ലെയിം ഇല്ലെങ്കിലും ശരി, നമുക്കൊരു 100% ബോണസ് കൊടുക്കുന്നുണ്ട്. 100% ബോണസ് എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്ത വ്യക്തിക്ക് അടുത്ത വർഷം കിട്ടുന്നത് വീണ്ടും ഒരു 10 ലക്ഷം കൂടി ക്ലെയിം എമൗണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നു. അപ്പോൾ 10 ലക്ഷം കവറേജ് എടുത്ത വ്യക്തിക്ക് 10ാമത്തെ വർഷം നമുക്ക് ലഭിക്കുന്നത് 1 കോടി കവറേജാണ്. 20ാമത്തെ വർഷം നമുക്ക് ലഭിക്കുന്നത് 2 കോടി കവറേജ്. അങ്ങനെ അത് അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിധിയില്ല. ഓക്കെ, 40 വർഷത്തിൽ നമുക്ക് 4 കോടി കവറേജാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റ് മാർക്കറ്റിൽ ഇന്നേ വരെ ബോണസിന് പരിധികൾ ഫിക്സ് ചെയ്യുന്ന കമ്പനികളുടെ ഇടയിൽ നമുക്കൊരു അനന്തമായ സാധ്യത എന്ന് വേണമെങ്കിൽ ഈ ഒരു ഫീച്ചറിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, കമ്പനി നോർമലി നമുക്ക് ബേസ് കവറേജിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് 20% ബോണസാണ് തരുന്നതെങ്കിലും ഇവിടെ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ഇത് സെലക്ട് ചെയ്തവർക്ക്, അതായത് ഈ ഒരു ആഡ് ഓണിൻ്റെ പേര് പവർ ബൂസ്റ്റർ എന്നാണ്. ഈ ഒരു ആഡ് ഓൺ നമ്മൾ പോളിസി പർച്ചേസ് ചെയ്യുമ്പോൾ ഇതും കൂടി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ക്യൂമുലേറ്റീവ് ബോണസ് നമുക്ക് ലൈഫ് ലോങ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്. ഇത് പർച്ചേസ് ചെയ്യാത്തവർക്ക് 20% വെച്ച് നമുക്കൊരു ഗ്യാരണ്ടീഡ് ക്യൂമുലേറ്റീവ് ബോണസ് കിട്ടും.
കിട്ടുന്നുണ്ട്. മാക്സിമം അത് 100% വരെയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു പവർ ബൂസ്റ്റർ എന്ന ഒരു 100% ബോണസ് കിട്ടുന്ന ഫീച്ചർ ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കമ്പനി എനിക്ക് തരുന്ന ഇൻബിൽറ്റ് ഫെസിലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള 20% ബോണസാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇത് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്കത് ഡിക്രീസ് ആവത്തില്ല. ഓക്കെ, നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നില്ല. ഗ്യാരണ്ടീഡ് ബോണസാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഗ്യാരണ്ടീഡായിട്ട് നമുക്ക് ഏൺ ചെയ്ത് വെച്ചാൽ ബോണസ് നമുക്ക് നഷ്ടപ്പെടാതെ ഉണ്ടാവും. അതാണ് നമുക്ക് ഈ പറഞ്ഞ ഗ്യാരണ്ടീഡ് ബോണസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾറെഡി ഏൺ ചെയ്ത് വെച്ചിട്ടുള്ള ബോണസ് നഷ്ടപ്പെടും. അതാണ് ഈ നോ ക്ലെയിം ബോണസ് എന്ന ഒരു വാക്കിനർത്ഥം. ഇവിടെ നമുക്കിത് ഗ്യാരണ്ടീഡ് ബോണസാണ്. അപ്പോൾ നമുക്ക് ഓരോ വർഷവും നമുക്ക് 20% വെച്ച് ബോണസ് കിട്ടും. മാക്സിമം 5 തവണ, അതായത് 100% വരെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ 10 ലക്ഷം കവറേജ് എടുത്ത വ്യക്തിക്ക് 5 വർഷം കൊണ്ട് നമുക്ക് ഈ സം അഷ്യൂർഡ് ഡബിൾ ആവുന്നതാണ്. അതിന് പുറമെ നമുക്കൊരു ആഡ് ഓൺ വെച്ച് പവർ ബൂസ്റ്റർ എന്നൊരു ആഡ് ഓൺ കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവറി ഇയർ 100% വെച്ച് നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം നമുക്ക് ബോണസ് ലഭിക്കുന്നുണ്ട്. അടുത്തൊരു ഫെസിലിറ്റിയാണ് ഇൻഫൈനൈറ്റ് അഷുറൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഒരു ജീവിതശൈലി രോഗങ്ങളായിട്ട് BP, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ, ഒബേസിറ്റി ഇതെല്ലാം നമുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പോളിസി എടുത്ത് കഴിഞ്ഞാൽ കവർ ചെയ്യണമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. മാർക്കറ്റിലുള്ള 3 ഇയർ ഓർ 4 ഇയർ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് ചിലപ്പോൾ ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ. ഒരു പോളിസി എടുക്കാൻ മടിച്ചു നിൽക്കുന്നത് തന്നെ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൻ്റെ കാരണം കൊണ്ട് തന്നെയാണെന്ന് തന്നെ സമ്മതിക്കാം അല്ലേ. അപ്പോൾ ഒരു റൈഡർ നമുക്കൊരു പോളിസി എടുക്കുമ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇത്തരം നമുക്ക് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ആസ്തമ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് എന്നറിയപ്പെടുന്ന ABCD അസുഖങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡേ 1 മുതൽ കവറേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ലഭിച്ചാലോ. ഡേ 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 30 ദിവസം ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡാണ് എല്ലാ പോളിസികളും. 31ാമത്തെ ദിവസം മുതൽ നമുക്ക് ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പോളിസിയിൽ ഇത്തരം അസുഖങ്ങൾ നമുക്ക് കവർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്ത് 31ാമത്തെ ദിവസം തന്നെ നമുക്ക് ആസ്മ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഒബേസിറ്റി പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് പരമാവധി 2 അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു പോളിസി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് ജംപ് സ്റ്റാർട്ട് എന്നൊരു ആഡ് ഓൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോളിസിയോടൊപ്പം ആഡ് ഓൺ ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങളുള്ളവർക്ക് നമുക്ക് ഡേ 1 കവറേജ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തൊരു ഫീച്ചറാണ് ഇൻഫിനിറ്റ് റീസെറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് എല്ലാ ഒരു പ്രധാനപ്പെട്ട പോളിസികളിലും കൊടുക്കുന്ന ഇൻബിൽറ്റ് ഒരു ഫീച്ചറാണ് ഇൻഫിനിറ്റ് റീസെറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ് ഈ റീസെറ്റ് അഥവാ റീസ്റ്റോറേഷൻ എന്നൊക്കെ പറയാം. അതായത് ഒരു പോളിസി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കവറേജ് 10 ലക്ഷം ആണെങ്കിൽ അത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 ലക്ഷം രൂപ കൂടി കമ്പനി ഓട്ടോമാറ്റിക്കലി റീചാർജ് പോലെ തരുന്നതാണ് ഈ റീസെറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോളിസിയിൽ ആൾറെഡി ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലെയിം എമൗണ്ട് ഉപയോഗിച്ച് തീരും തോറും ഇത് റീഫിൽ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു അക്ഷയപത്രം പോലെ വേണമെങ്കിൽ പറയാം. ഓക്കെ, 10 ലക്ഷം ഞാൻ കവറേജ് ഇന്നത്തെ കാലത്ത് ഓക്കെ ഞാൻ ആദ്യത്തെ ഒരു മാസത്തിൽ പോളിസി പർച്ചേസ് ചെയ്ത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാലും വീണ്ടും ഒരു 10 ലക്ഷം അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് നോർമൽ ഒരു 10 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആണ് ഇതിന് പറയാം. അപ്പോൾ ഈ ഒരു റീസ്റ്റോറേഷന് ഒരു പരിധിയില്ല, ഇൻഫിനിറ്റ് ടൈം നമുക്കിത് റീസ്റ്റോറേഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 5 ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇൻഫിനിറ്റ് സം അഷ്യൂർഡും, ക്ലെയിം എമൗണ്ടും, ബോണസും, അഷുറൻസ്, റീസെറ്റ് ബെനിഫിറ്റ്. അപ്പോൾ ഇനി ഈ ഒരു പോളിസിയിൽ നമുക്ക് മെയിനായിട്ടുള്ള ഒരു ചൂസ് ചെയ്യേണ്ട റീസൺ ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ബേസ് കവറേജ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് അതിൻ്റെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. അപ്പോൾ ഈ പോളിസിയിൽ നമുക്ക് ഡേ കെയർ പ്രൊസീജിയറുകളെല്ലാം തന്നെ കവറേജ് ചെയ്യുന്നുണ്ട് അപ് ടു സം അഷ്യൂർഡ്. ഇംപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് അഡ്മിഷൻ ആയിട്ട് നമുക്ക് ഈ പോളിസിയിൽ നമുക്ക് അപ് ടു സം അഷ്യൂർഡ് വരെ ക്ലെയിം നമ്മൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് നമുക്ക് പോളിസിയിൽ ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വേണമെങ്കിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് റൈഡർ അത് ഓപ്ഷണൽ കവറേജിൽ ഞാനത് പറയാം. അടുത്ത പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് 90 ദിവസം പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് 150 ദിവസം വരെ, അതായത് 6 മാസം വരെ നമുക്ക് എക്സ്പെൻസ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഡോണർ എക്സ്പെൻസ് ഈ പോളിസിയിൽ നമുക്ക് അപ് ടു ആനുവൽ സം അഷ്യൂർഡ് വരെ ക്ലെയിം ചെയ്യാം. ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി പോലുള്ള നമുക്ക് നാടൻ ചികിത്സ രീതികളെല്ലാം നമുക്ക് ഈ പോളിസിയിൽ അപ് ടു ആനുവൽ സം അഷ്യൂർഡ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ നമുക്ക് ഈ ഒരു പോളിസിയിൽ കവറേജ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 3 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ നമുക്ക് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഒരു ഗൈഡൻസ് പ്രകാരം, അഡ്വൈസ് പ്രകാരം നമുക്ക് ഇങ്ങനെ ഒരു ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ടേക്കപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതും ഇതിൽ സം അഷ്യൂർഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. ഡൊമസ്റ്റിക് റോഡ് ആംബുലൻസ് നമുക്ക് ഈ ഒരു പോളിസിയിൽ ഒരു എക്സ്പെൻസൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് സറോഗസി അഥവാ ആൻഡ് ഓക്ടെയിൽ നമുക്ക് കവറേജ് അപ് ടു മാക്സിമം സം അഷ്യൂർഡ് 5 lakhs വരെയുള്ള കവറേജ് നമുക്ക് സറോഗസി പോലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് നമുക്ക് കവറേജ് വരുന്നുണ്ട്.
അടുത്ത് റീസെറ്റ് ബെനിഫിറ്റ് 100%. ഓക്കെ, ആനുവൽ സം അഷ്യൂർഡ് എന്താണോ അത് നമുക്ക് അൺലിമിറ്റഡ് ടൈംസ് നമുക്ക് ഫോർ എനി ഇൽനെസ് നമുക്കത് റീസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, സെയിം ഇൽനെസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഇൽനെസ് ആണെങ്കിൽ നമുക്ക് 100% റീസ്റ്റോറേഷൻ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10 ലക്ഷത്തിൻ്റെ പോളിസി ആണെങ്കിൽ 10 ലക്ഷം ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും 100% ആയിട്ടുള്ള 10 ലക്ഷം റീസ്റ്റോർ ആവുന്നുണ്ട്. ഗ്യാരൻറ്റീഡ് ക്യൂമുലേറ്റീവ് ബോണസ് നമുക്ക് ബേസിക് ആയിട്ട് ഉള്ള കവറേജിൽ തന്നെ കിട്ടുന്നുണ്ട്. 20% വെച്ച് നമുക്കൊരു ബോണസ് കിട്ടുന്നുണ്ട്, ക്യൂമുലേറ്റീവ് ബോണസ് ആണ്. അപ്പോൾ 10 ലക്ഷം കവറേജ് എടുത്തവർക്ക് നമുക്ക് 20% ബോണസ് നമുക്ക് ക്ലെയിമില്ലെങ്കിൽ ലഭിക്കുക. അപ്പോൾ 2 ലക്ഷമാണ് കവറേജ്. ഓക്കെ, അതിൻ്റെ ഒപ്പം ആഡ് ആവുന്ന ബോണസ്. അങ്ങനെ 5 വർഷം കൊണ്ട് നമുക്ക് ഈ 10 ലക്ഷം എന്നുള്ള കവറേജ് ഡബിൾ ആയിട്ട് 100%, അതായത് 20 ലക്ഷമായിട്ട് മാറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്യാരൻറ്റീഡ് ക്യൂമുലേറ്റീവ് ബോണസ് 20% വെച്ച് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ക്ലെയിം വന്നാലും ഈ ഒരു ബോണസ് നഷ്ടപ്പെടില്ല. ദെൻ വെൽനെസ് പ്രോഗ്രാം നമുക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ IL ടേക്ക് കെയർ എന്ന് പറയുന്ന അവരുടെ ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് വെൽനെസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ, ഓക്കെ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് അതൊക്കെ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കൊരു 30% റിന്യൂവൽ പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ഡിസ്കൗണ്ട് സർവീസസ് ഒക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് IL ടേക്ക് കെയർ ആപ്പ് വഴി. അടുത്ത മോഡേൺ ട്രീറ്റ്മെൻറ്റ് നമുക്ക് അപ് ടു സം അഷ്യൂർഡ് വരെ നമുക്ക് സ്പെസിഫിക് മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് IRDയുടെ അണ്ടറിൽ വരുന്ന സ്പെസിഫിക് മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും നമ്മൾ പറഞ്ഞത് നമുക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ഈ പോളിസിയിൽ നമുക്ക് കവറേജ് ലഭിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഒരു സിംഗിൾ പ്രൈവറ്റ് റൂം കിട്ടുന്നുണ്ട്, പിന്നെ ബാക്കിയെല്ലാം അപ് ടു സം അഷ്യൂർഡ് കവർ ചെയ്യുന്നുണ്ട്. പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 90 ദിവസം 150 ദിവസം വരെ കവറേജ് ലഭിക്കുന്നുണ്ട്. റോഡ് ആംബുലൻസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ബാരിയാട്രിക് സർജറിയും കൂടി ഇതിൽ ബേസ് കവറേജിൽ തന്നെ നമുക്ക് സർജിക്കൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ഒബേസിറ്റി ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ ആനുവൽ സം അഷ്യൂർഡ് വരെ അപ് ടു ആനുവൽ സം അഷ്യൂർഡ് വരെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ബേസ് കവറേജിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി ആഡ് ഓൺ ആയിട്ട് ഈ പോളിസിയിൽ ഒരു 19 ആഡ് ഓൺസ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കമ്പനി ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏതാണ് നമുക്ക് ഈ 19 ആഡ് ഓൺസ് നമുക്ക് ഓപ്ഷണലായിട്ടുള്ളത് എന്നുള്ളത് പെട്ടെന്ന് നോക്കാം. ഇൻഫിനിറ്റി കെയർ ആണ് ആദ്യത്തെ ആഡ് ഓൺ. നമ്മൾ ആദ്യത്തെ ഫീച്ചർ പറഞ്ഞ പോലെ നമുക്ക് സെലക്റ്റഡ് ക്ലെയിമിൽ ഏതെങ്കിലും ഒരു ക്ലെയിമിൽ നമുക്ക് ഒരു വലിയൊരു സം അഷ്യൂർഡിനേക്കാളും വലിയൊരു എമൗണ്ട് വന്നാൽ പോലും അത് നമുക്ക് 1 കോടി ആണെങ്കിൽ പോലും അത് അവർ സെറ്റിൽ ചെയ്ത് തരും. ഒരു തവണ നമുക്ക് മാത്രം ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇൻഫിനിറ്റി ക്ലെയിം എത്ര വലിയൊരു ക്ലെയിം ആണെങ്കിലും നമുക്ക് ഈ ഒരു ഇൻഫിനിറ്റി കെയർ ഒന്ന് ആഡ് ഓൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ക്ലെയിം വന്നാൽ കമ്പനി അത് സെറ്റിൽ ചെയ്ത് തരും. അതാണ് ഇൻഫിനിറ്റി കെയർ എന്ന് പറയുന്നത്. അടുത്തത് ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റർ. അതായത് നമുക്ക് പൊതുവേ ഇൻഫ്ലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പണ്ട് 50,000 1 ലക്ഷത്തിൻ്റെ കവറേജാണ് ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ പോളിസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മിനിമം തന്നെ 5 ലക്ഷം 10 ലക്ഷമാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇൻഫ്ലേഷൻ ഓരോ വർഷം നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോളിസി എടുക്കുമ്പോൾ ഇൻഫ്ലേഷൻ പ്രൊട്ടക്റ്റർ എന്നൊരു ആഡ് ഓൺ കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ മാറുന്നതിനനുസരിച്ച് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സം അഷ്യൂർഡും മാറ്റം വരും, അഥവാ വർദ്ധിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണിത്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഇൻഫ്ലേഷൻ പ്രൊട്ടക്ഷൻ ആഡ് ഓൺ നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത പവർ ബൂസ്റ്റർ, അതായത് ബോണസ് കമ്പനി 20% വെച്ചാണ് ബേസിക്കലി നമുക്ക് കമ്പനി തരുന്നതെങ്കിൽ അതിന് പുറമെ എനിക്ക് ഒരു 100% ബോണസ്, 20% എനിക്ക് പറ്റില്ല, 100% ബോണസ് എവറി ഇയർ ക്ലെയിം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഓഫ് ദി പോളിസി പീരീഡ് വേണമെന്നുണ്ടെങ്കിൽ പവർ ബൂസ്റ്റർ എന്നൊരു ആഡ് ഓൺ നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത ഡൊമസ്റ്റിക് എയർ ആംബുലൻസ് കവറേജ്. ഞാൻ പൊതുവേ എൻ്റെ പോളിസിയിൽ ബേസിക്കലി ഉള്ള റോഡ് ആംബുലൻസ് മതി. എയർ ആംബുലൻസ് എന്നുള്ളത് സെലക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് അപ് ടു ആനുവൽ സം അഷ്യൂർഡ് വരെ കവർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഡൊമസ്റ്റിക് എയർ ആംബുലൻസ് കവറേജ്. ഇത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് എടുക്കാം. അടുത്ത് ജംപ് സ്റ്റാർട്ട് ആഡ് ഓൺ ആണ്. ജംപ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തമ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഒബേസിറ്റി പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് നമുക്ക് വെയിറ്റിംഗ് പീരീഡ് 3-4 വർഷം ഒന്നും വെയിറ്റ് ചെയ്യാതെ ഇതിൽ മാക്സിമം 2 അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു ആഡ് ഓൺ സെലക്ട് ചെയ്തുകൊണ്ട് വെറും 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. 31ാമത്തെ ദിവസം മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാ ആഡ് ഓൺസിനും നമുക്ക് അധിക പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ചെറിയ ഒരു പ്രീമിയം അടച്ചുകൊണ്ട് ഇത്രയും ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ട് ഈ എലവേറ്റ് എന്നുള്ള ഒരു പോളിസിയിലൂടെ കമ്പനി. അടുത്തത് ഡിപ്പെൻഡൻറ്റ് അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ കഴിയേണ്ട സാഹചര്യത്തിൽ നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരു അസുഖം അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് പോളിസി പീരീഡിൽ സംഭവിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ കൂടെ കഴിയുന്ന ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അക്കോമഡേഷൻ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പെർ ഡേ 1000 രൂപ വെച്ച് മാക്സിമം ഒരു പോളിസി വർഷത്തിൽ 10 കോൺസിക്യൂട്ടീവ് ഡേയ്സ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു ഹോസ്പിറ്റലൈസേഷനായി എൻ്റെ ഒരു ഡിപ്പെൻഡൻറ്റ് ബെനിഫിറ്റ് ആയിട്ട് ഒരു ക്യാഷ് ബെനിഫിറ്റ് ആയിട്ട് ഒരു 1000 രൂപ വെച്ച് അടുപ്പിച്ചുള്ള ഒരു 10 കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ എനിക്ക് മാക്സിമം 10,000 രൂപ വരെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസ്ചാർജ് ആയതിനു ശേഷം ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഡിപ്പെൻഡൻറ്റ് അക്കോമഡേഷൻ ബെനിഫിറ്റ്. ഇതൊരു സെപ്പറേറ്റ് റൈറ്ററാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാഷ് ബെനിഫിറ്റ് അഥവാ ഹോസ്പിറ്റൽ ക്യാഷൊക്കെ ആഗ്രഹിക്കുന്നവർ അത് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് റൂം മോഡിഫയർ. അതായത് ഈ പോളിസിയിൽ നമ്മൾ പറഞ്ഞു
സിംഗിൾ പ്രൈവറ്റ് AC റൂം വരെയാണ് കവർ ചെയ്യുന്നത് ഇൻബിൽട്ട് ആയിട്ട്. ഓക്കെ, പക്ഷേ നമുക്ക് എനി റൂം കാറ്റഗറി വേണം എന്ന് പലപ്പോഴും കസ്റ്റമർക്ക് ഒരു ചോയ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ എനി റൂം കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം മോഡിഫയർ എന്നൊരു ഓപ്ഷൻ ഈ പോളിസിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിലവിലുള്ള സിംഗിൾ പ്രൈവറ്റ് AC റൂം എന്നുള്ളത് അപ്ഗ്രേഡ് ചെയ്ത് എനി റൂം കാറ്റഗറി ആക്കി മാറ്റാനും പറ്റും. അല്ലെങ്കിൽ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ഡൗൺഗ്രേഡ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ വാർഡ് റൂം പോലെ ട്വിൻ ഷെയർ റൂം ആക്കി മാറ്റാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ സജഷനിൽ മിനിമം കമ്പനി ഇൻബിൽഡായിട്ട് തരുന്ന സിംഗിൾ പ്രൈവറ്റ് റൂം AC റൂം എടുക്കുക. മാക്സിമം നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് പ്രീമിയം കൂടി അടച്ചുകൊണ്ട് അത് എനി റൂം കാറ്റഗറി ആക്കി മാറ്റുന്നത് നല്ലൊരു സജഷൻ ആയിരിക്കും. അടുത്തത് കമ്പാഷനേറ്റ് വിസിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ കുറച്ചൊരു ദൂരദേശത്ത് നമ്മൾ പോയിട്ട് അവിടെ ഒരു യാത്ര പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവേണ്ട സാഹചര്യം വന്നപ്പോൾ നമ്മൾ അവിടെ അഡ്മിഷനായി. പക്ഷേ നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലി മെമ്പറിന് വന്ന് നമ്മൾ കാണാനും വിസിറ്റ് ചെയ്യാനും നമുക്ക് അവർക്ക് ഒരു ചിലവുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെയാണ് നമുക്ക് ഈ പറഞ്ഞ കമ്പാഷനേറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പോളിസിയിൽ 20,000 രൂപ വരെ നമുക്ക് പെർ പോളിസി ഇയറിൽ നമുക്ക് നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലി മെമ്പറിന് ഒരു എക്കണോമിക് ക്ലാസ് ടിക്കറ്റിൽ, നമുക്ക് എയർ ടിക്കറ്റിൽ, നമുക്ക് എയർ ഓർ റെയിൽ ടിക്കറ്റിൽ നമുക്ക് വന്ന് നമ്മൾ കാണാനുള്ള അവരുടെ ചിലവുകൾ നമ്മൾ വഹിക്കുന്നതിനാണ് ഈ ഒരു കമ്പാഷനേറ്റ് വിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20,000 രൂപ വരെ ഒരു പോളിസി വർഷത്തിൽ ഇതിന് കൊടുക്കുന്നുണ്ട്. അടുത്ത നഴ്സിംഗ് അറ്റ് ഹോം എന്നൊരു ഫെസിലിറ്റി നമുക്ക് ആഡ് ഓൺ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. 2,000 രൂപ വെച്ച് പെർ ഡേ. മാക്സിമം ഒരു പോളിസി വർഷത്തിൽ 10 ദിവസം വരെ നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനായിട്ട്, അതായത് നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനായിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ തന്നെ നഴ്സിംഗ് അറ്റ് ഹോം ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ക്വാളിഫൈഡ് നഴ്സിനെ വെച്ച് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് പെർ ഡേ 2,000 റുപ്പീസ് വെച്ച് മാക്സിമം 10 ദിവസം വരെ നമുക്കിത് ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന ഓപ്ഷൻ വഴി നമുക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കാനായിട്ട് കമ്പനി അവസരം കൊടുക്കുന്നുണ്ട്. അടുത്തത് പലരും ചോദിക്കുന്നൊരു ആഡ് ഓൺ ഫെസിലിറ്റിയാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഈ പോളിസിയിൽ നമുക്ക് മെറ്റേണിറ്റി ഉണ്ടോ? അപ്പോൾ ഈ പോളിസിയിൽ നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഡെലിവറി ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൽ അപ് ടു 10% ഓഫ് ദി ആനുവൽ സം ഇൻഷുർഡ്. നമ്മൾ 10 ലക്ഷം കവറേജാണ് എടുത്തതെങ്കിൽ അത് മാക്സിമം 1 ലക്ഷം രൂപ വരെയാണ് നമുക്ക് കവറേജ് ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം കവറേജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 10% 2 ലക്ഷം വരെ കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മാക്സിമം ഈ പോളിസിയിൽ ഡെലിവറിക്ക് നമുക്ക് 1 ലക്ഷം രൂപ വരെയാണ് ഈ പോളിസിയിൽ കവർ ചെയ്യുന്നത്. ആനുവൽ സം ഇൻഷുർഡിൻ്റെ 10% ആണെങ്കിൽ മാക്സിമം 1 ലാഖാണ് കമ്പനി പറയുന്നത്. ഓക്കെ, ഇത് വെയിറ്റിംഗ് പീരീഡ് ഓഫ് 2 ഇയർ വെയിറ്റിംഗ് പീരീഡാണ് കൊടുക്കുന്നത്. ഓക്കെ, 2 വർഷമാണ് മെറ്റേണിറ്റിക്കുള്ള വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് കുറച്ച് അധികം എമൗണ്ട് അടച്ച് നമുക്കത് വേണമെങ്കിൽ 1 ഇയറിലേക്ക് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ചുരുക്കാനും പറ്റുന്നതാണ്. പക്ഷേ അതിന് എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അടുത്ത ന്യൂ ബോൺ ബേബി കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിസിയിൽ നമുക്ക് 90 ഡേയ്സ് കവറേജ്, നമുക്ക് വെയിറ്റിംഗ് പീരീഡ്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പൊതുവെ പോളിസിയിൽ 90 ഡേയ്സ് ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അല്ലേ. 90 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് നമുക്കൊരു ആഡ് ചെയ്യാനായിട്ട് പറ്റുക. പക്ഷേ ഈ പോളിസിയിൽ നമുക്ക് ന്യൂ ബോൺ ബേബി കവറേജ് നമുക്ക് ഡേ 1 തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവരുടെ കവറേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടോയ്സ് ദീസ് മെറ്റേണിറ്റി സം ഇൻഷുർഡ്, അതായത് മെറ്റേണിറ്റിക്ക് 1 ലക്ഷമാണ് തരുന്നതെങ്കിൽ ന്യൂ ബോൺ ബേബി കവറേജ് 2 ലക്ഷം വരെ നമുക്ക് കിട്ടുന്നുണ്ട്. വാക്സിനേഷൻ ഫോർ ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 10,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഫീച്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ കോൺവാലസൻസ് അലവൻസ്, അതായത് നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷനിൽ 10 ദിവസത്തിൽ കൂടുതൽ ഒരു ആക്സിഡൻറ്റ്, ഒരു ഇൽനെസ് വഴി നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആവുകയാണെങ്കിൽ 10 ദിവസത്തിലധികം ആവുന്ന ഒരു അഡ്മിഷന് നമുക്ക് ഈ പോളിസിയിൽ 20,000 രൂപ പെർ ഇയർ പോളിസി ഇയറിൽ ലംസം പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് കോൺവാലസൻസ് ബെനിഫിറ്റ്. ഇതൊക്കെ ഹോസ്പിറ്റൽ ക്യാഷ് പോലെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ലംസം പേയ്മെൻറ്റ് കിട്ടുന്ന ഓപ്ഷൻസ് ആണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ് കവറേജ് പറഞ്ഞിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ വീൽ ചെയർ ഇതുപോലുള്ള ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ഡോക്ടർ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് നമുക്ക് ഈ പോളിസിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ് ടു 5 lakhs പെർ പോളിസി ഇയർ നമുക്ക് ഈ ഒരു ആഡ് ഓൺ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂറബിൾ മെഡിക്കൽ എക്യുപ്മെൻറ്റിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെൽത്ത് ചെക്കപ്പ് പലർക്കും ആവശ്യമായിട്ടുള്ള ഒരു ആഡ് ഓൺ ആണ്. നമുക്ക് 0.5% ഓഫ് ദി ആനുവൽ സം ഇൻഷുർഡ് ആണ് നമുക്ക് ഇതിൽ കവർ ചെയ്യുന്നത്. അതായത് 10 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 5,000 രൂപ വരെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോളിസിയിൽ നമുക്ക് 10 ലക്ഷം അല്ല, അതിൻ്റെ മുകളിലുള്ള കവറേജ് കൊടുക്കുക. പക്ഷേ മാക്സിമം 5,000 രൂപ വരെയാണ് കമ്പനി ക്യാഷ്ലെസ് ബേസിസിൽ നമുക്ക് ഹെൽത്ത് ചെക്കപ്പിന് തരുന്നത് ഈ ഒരു പോളിസിയിൽ. അടുത്തൊരു റൈഡറാണ് OPD അഥവാ ബി-ഫിറ്റ് റൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറയുക, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയഗ്നോസിസ് ഇതുപോലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് ബി-ഫിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വഴി നമുക്ക്
ബി ഫിറ്റ് എന്ന് പറഞ്ഞ ആഡ് ഓൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ വേരിയൻറ്റ് എ മുതൽ എഫ് വരെയുണ്ട്. എ എന്നുള്ള ഒരു വേരിയൻ്റാണ് നമ്മൾ എടുത്തെങ്കിൽ OPD ആയിട്ട് 1000 രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. എഫ് എന്നുള്ള വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 10000 രൂപ വരെ നമുക്ക് OPD ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, റീഇംബേഴ്സ്മെൻറ്റ് ബേസിസിൽ. സോ ഇങ്ങനെയൊക്കെ നമുക്ക് OPD ബെനിഫിറ്റ് ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബി ഫിറ്റ് എന്നുള്ള ഒരു റൈഡർ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത നെറ്റ്വർക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് ഈ നെറ്റ്വർക്ക് അഡ്വാൻറ്റേജ് ഓപ്ഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രീമിയം നമുക്ക് കുറവ് വരും. പക്ഷേ നമ്മൾ ഈ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ മാത്രമേ ചികിത്സിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20% കോ പേയ്മെൻറ്റ് അവർ പിടിക്കും. അപ്പോൾ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരിക്കുക. കോ പേയ്മെൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എനി ഹോസ്പിറ്റലിൽ നമുക്ക് ക്യാഷ്ലെസ് ഓർ റീഇംബേഴ്സ്മെൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ടെലി കൺസൾട്ടേഷൻ ഈ പോളിസിയിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇൻബിൽറ്റ് ഫീച്ചർ ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ആഡ് ഓൺ ആണ് കമ്പനി തരുന്നുണ്ട്. അടുത്ത് പേഴ്സണൽ ആക്സിഡൻറ്റ് നമുക്ക് അപ് ടു 50 ലക്ഷം വരെ നമുക്ക് മാക്സിമം നമുക്ക് ഈ പോളിസിയിൽ എടുക്കുമ്പോൾ തന്നെ ആഡ് ഓൺ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മാക്സിമം 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസിയിൽ നമുക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഓപ്റ്റ് ചെയ്തെടുക്കാം. ദെൻ മുന്നേ പറഞ്ഞ പോലെ മെറ്റർണിറ്റി വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണെങ്കിലും ഈ പോളിസിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് അധിക പ്രീമിയം അടച്ചുകൊണ്ട് 1 വർഷമാക്കി മാറ്റാനുള്ള ഒരു റൈഡർ കൊടുക്കുന്നുണ്ട്. ക്രിട്ടിക്കൽ ഇൽനസ് നമുക്ക് 20 ക്രിട്ടിക്കൽ ഇൽനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലംസം എമൗണ്ട് പേ ഔട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എന്ന് പറയുന്നത്. അത് മാക്സിമം 50 ലക്ഷം വരെയാണ് നമുക്ക് കവറേജ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, മാക്സിമം 50 ലക്ഷം വരെയുള്ള കവറേജാണ് കൊടുക്കുന്നത്. അതും 50 വയസ്സ് വരെയാണ് നമുക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് 50 വയസ്സുള്ളവർക്കാണ് നമുക്ക് ഈ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ എടുക്കാൻ പറ്റുക. 65 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക. ഈ പോളിസി നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കോ പേയ്മെൻറ്റ് ഞാൻ ഓപ്റ്റ് ചെയ്തോളാം, എനിക്ക് കുറച്ച് പ്രീമിയം കുറവാക്കണം എന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഈ പോളിസി നമുക്ക് 10%, 20%, 30%, 40%, 50% വരെ നമുക്ക് കോ പേയ്മെൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പോളിസി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കോ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് പ്രീമിയം കുറയുമെങ്കിലും നമുക്ക് പോളിസിയുടെ ക്ലെയിം വരുന്ന സമയത്ത് ആ ഒരു പെർസെൻറ്റേജ് നമ്മൾ ഓപ്റ്റ് ചെയ്ത പെർസെൻറ്റേജ് അടയ്ക്കുക തന്നെ വേണം. ഇത്രയും 19 ഫീച്ചേഴ്സ് നമ്മൾ ആഡ് ഓൺ ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കമ്പനി എന്തെങ്കിലും പോളിസി ഈ എലവേറ്റ് എന്നുള്ള പോളിസിയിൽ നമുക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബേസ്ഡ്, അതായത് ക്രെഡിറ്റ് സ്കോർ ബേസ്ഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പ്രീമിയത്തിൽ. അത് അപ് ടു 15% വരെ, അപ് ടു ആണ് 15% വരെ കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയുണ്ടോ അത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഇതിന് പുറമെ കമ്പനി റിന്യൂവൽ ടൈമിൽ നമുക്ക് വെൽനെസ് ബെനിഫിറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അപ് ടു 30% ഓൺ റിന്യൂവൽ പ്രീമിയം കൊടുക്കുന്നുണ്ട്. ഏർലിയർ റിന്യൂവൽ, അതായത് ഈ ഒരു പോളിസി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് മുന്നേ തന്നെ ഒരു മാസം മുന്നേ തന്നെ നമുക്ക് റിന്യൂ ചെയ്യുകയാണെങ്കിൽ റിന്യൂവൽ ഡേറ്റിന് 1 മാസം മുന്നേ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി 2.5% വരെ നമുക്ക് റിന്യൂവൽ ഡിസ്കൗണ്ട് നമുക്ക് തരുന്നുണ്ട്. ലോങ് ടേം ഡിസ്കൗണ്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പോളിസി 1 വർഷത്തേക്ക് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. പക്ഷേ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തെ ഡിസ്കൗണ്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പോളിസി നമുക്ക് 2ാമത്തെ വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ടും 3 വർഷത്തെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 3ാമത്തെ വർഷത്തെ പോളിസി പ്രീമിയത്തിൽ 15% വരെ നമുക്ക് ഡിസ്കൗണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ പോളിസി നമ്മൾ 18 മുതൽ 125 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് നമുക്ക് ഈ പോളിസി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സം അഷ്യൂർഡ് 5 ലക്ഷം മുതൽ അൺലിമിറ്റഡ് ഓപ്ഷനാണ്. 3 crore ആൻഡ് അബവ് അൺലിമിറ്റഡ് സം അഷ്യൂർഡ് ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റും. 1 ഇയർ, 2 ഇയർ ആൻഡ് 3 ഇയർ, 10 ഇയർ ബേസിസിൽ നമുക്ക് ഇനി പീരീഡിലേക്ക്, അതായത് 3 വർഷം വരെ പരമാവധി നമുക്ക് പോളിസി ഒരുമിച്ച് പ്രീമിയം അടച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. 2 അഡൽട്ട് 3 ചൈൽഡ് വരെ നമുക്ക് ഈ പോളിസിയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. കിഡ്സിന്, പേരൻസിൻ്റെ അണ്ടറിൽ കിഡ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് പരമാവധി 30 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പേരൻസിൻ്റെ അണ്ടറിൽ. വെയിറ്റിംഗ് പീരീഡ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. പോളിസി പർച്ചേസ് ചെയ്ത് ആദ്യത്തെ 30 ദിവസം ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡാണ്. അടുത്തത് പറയുകയാണെങ്കിൽ നിലവിലുള്ള അസുഖങ്ങൾക്ക് PED വെയിറ്റിംഗ് പീരീഡ് 36 മാസമാണ്. എങ്കിലും നമുക്ക് ABCD എന്ന് പറയപ്പെടുന്ന ആസ്മ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഒബേസിറ്റി പോലുള്ള അസുഖങ്ങൾക്ക് നമുക്ക് 91, അതായത് നമുക്ക് 31 ദിവസം മുതൽ തന്നെ കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വെയിറ്റിംഗ് പീരീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്ത സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് സർജറി സംബന്ധമായിട്ടുള്ള ഹെർണിയ, പൈൽസ്, കാറ്ററാക്ട് പോലെയുള്ള സ്പെസിഫിക് അസുഖങ്ങൾക്ക് 24 മാസം അഥവാ 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. ക്രിട്ടിക്കൽ ഇൽനസ് നമുക്ക് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 90 ദിവസമാണ് വെയിറ്റിംഗ് പീരീഡ്. ബാരിയാട്രിക് സർജറിക്ക് ഈ പോളിസിയിൽ 24 മാസമാണ്. അതൊരു ഇൻബിൽറ്റ് ഫെസിലിറ്റിയാണ് ബാരിയാട്രിക് സർജറി. അതിന് 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. ഇനി നിങ്ങൾക്ക് ഈ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ അസുഖങ്ങൾ, BP, ഷുഗർ, കൊളസ്ട്രോളോ കാര്യങ്ങളോ കാർഡിയാക്ക് അസുഖങ്ങളോ ഒന്നുമില്ല, PED ഒന്നുമില്ലെങ്കിൽ പോലും, ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആൻഡ് കാർഡിയാക്ക് റിലേറ്റഡ് കണ്ടീഷന് നമുക്ക് 90 ദിവസം എന്തായാലും ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്.
പിന്നെ പ്രഗ്നൻസിക്ക് മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് ഈ പോളിസിയിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അധിക പ്രീമിയം അടച്ച് റെഡ്യൂസ് ചെയ്ത് 1 ഇയർ ആക്കി മാറ്റാനും പറ്റുന്നുണ്ട്. ഈ ഒരു പോളിസിയുടെ അടുത്തൊരു ബെനിഫിറ്റ് നോ സോൺ ബേസ്ഡ് കോ പേയ്മെൻറ്റ്. ഓക്കെ, നമ്മൾ കേരളം തമിഴ്നാടൊക്കെ വരുന്ന സോൺ സിയിലാണ്. ഓക്കെ, സോൺ സിയിൽ പോളിസി എടുത്താലും നമുക്ക് ഇപ്പോൾ സോൺ എയിൽ നമുക്ക് പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നാലും സോൺ ബിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നാലും നമുക്ക് അധിക നമ്മുടെ ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫുൾ പ്രീമിയം ക്ലെയിം നമുക്ക് ലഭിക്കുന്നതാണ്. IL ടേക്ക് കെയർ എന്നുള്ള ഒരു ആപ്പ് വഴി നമുക്ക് കസ്റ്റമർ അവരുടെ ഇൻഫർമേഷൻസും കാര്യങ്ങളും പോളിസിയിൽ മാനേജ് ചെയ്യാനും പറ്റുന്നതാണ്. ഇത് ഫുള്ളി ഡിജിറ്റലി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ICICI ലോംബാർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രീ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിം ചെയ്യുന്ന റീഇംബേഴ്സ്മെൻറ്റ് എല്ലാം തന്നെ നമുക്ക് IL ടേക്ക് കെയർ എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി ആപ്പിലൂടെ നമുക്ക് റീഇംബേഴ്സ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. സോ വളരെ മനോഹരമായിട്ടുള്ള ഒരു പോളിസിയാണല്ലേ ഈ എലവേറ്റ് എന്നുള്ള ഒരു പോളിസി. അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ പോളിസിയെക്കുറിച്ച് കൂടുതൽ ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ക്ലാരിഫൈ ചെയ്യാം. അതുപോലെ ഈ പോളിസി പർച്ചേസ് ചെയ്യുന്നതിനും ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 7012773178 എന്ന നമ്പറിൽ വിളിക്കുകയോ അഥവാ 9809827383 എന്നുള്ള വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. താങ്ക് യു.